ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഏട്ടൻ അത്രയ്ക്ക് അഗ്രസീവായിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഈ ഷോപ്പിലെ പ്രഷറാണോ, പിന്നെ ഈ ഷോപ്പൊക്കെ റണ്ണായി വരുന്നതിൻ്റെ ആണോ, ടയേർഡ്നെസ്സിൻ്റെ ആണോ, എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും നമ്മളിന്ന് സംസാരിക്കാൻ ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് എൻ്റെ മണ്ടയ്ക്കാണ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ ഭയങ്കര കാമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ ഫീലിങ്സ് എനിക്ക് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നതോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തല്ലേ. പക്ഷെ ഞാനിപ്പോൾ പേടിച്ചിട്ട് എൻ്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഹൈഡ് ചെയ്ത് എൻ്റെ മനസ്സിനുള്ളിൽ തന്നെ ഇട്ടേക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ദേഷ്യം കാണിക്കാൻ ആരുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഇങ്ങനെ പോയാൽ യൂട്യൂബിലെ ഒരു കുടുംബജീവിതം കൂടെ വഴിയാധാരമാകും കേട്ടോ. വേറെ ആരുടെ അല്ല, നമ്മുടെ ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. ഏകദേശം 9 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് അടുത്തുണ്ട്, 1 മില്യൺ ആകാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു യൂട്യൂബ് ചാനലിലെ ദമ്പതികൾ തമ്മിൽ അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഡാനീസ് ഡേയ്സിലെ അശ്വതി ഇപ്പോൾ കുറേ പ്രസ്താവനകളുമായിട്ട് വന്നിട്ടുണ്ട്. താനിപ്പോൾ തൻ്റെ വീട്ടിലാണുള്ളതെന്നും ചേട്ടന് കട നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പ്രഷറാണോ എന്നറിയത്തില്ല, എന്നോട് സംസാരിക്കാറില്ല, ചെറിയ സൗന്ദര്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ ചേട്ടൻ അത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നു, വലിയ പ്രശ്നങ്ങളായി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. മക്കൾ കുഞ്ഞു മക്കളായതുകൊണ്ട് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാനും ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് നോർമലായിട്ട് നമുക്കാണല്ലോ പ്രശ്നങ്ങൾ വരേണ്ടത്. എന്നിട്ട് പോലും ചേട്ടൻ നമ്മളോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല, ഓരോ പ്രശ്നങ്ങളാണെന്ന്. നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത് ഷോർട്സ് വഴിയായിരിക്കും. ഞാനൊക്കെ ഇവരുടെ ചാനൽ കണ്ടത് കൂടുതലും യൂട്യൂബ് ഷോർട്സ് വഴിയാണ്. അച്ചു ബർഗർ എടുക്കട്ടെ, അല്ലെങ്കിൽ അച്ചു നമുക്ക് ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ, ഗർഭിണിയായിരിക്കുന്ന അച്ചുവിനെ ഊട്ടുന്ന ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പം അത് കാണുമ്പോൾ എന്താ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഗർഭിണിയായിരിക്കുമ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുമോ. ഇപ്പോൾ ഗർഭിണി അല്ലെങ്കിൽ പോലും ഭർത്താക്കന്മാർ കുക്ക് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കോഫി കൊണ്ട് നമുക്ക് തന്നാൽ പോലും നമുക്കത് വലിയ കാര്യം തന്നെയാണ്. അപ്പം കുറേ ആണുങ്ങൾ ചെയ്യാൻ മടിക്കുന്ന കാര്യം ഈ പുള്ളി ചെയ്ത് സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുന്നതായിട്ട് കാണുമ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ 9 ലാക്ക് വരെയുള്ള സബ്സ്ക്രൈബേഴ്സ് അവർക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അവർക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടാകുന്നു. ആ സമയത്ത് കരഞ്ഞ് കാറ് കൂവി വീഡിയോ ഒക്കെ ഇടുന്നു. എപ്പോൾ നോക്കിയാലും കാറ് കൂവിക്കുള്ള വീഡിയോ, അല്ലെങ്കിൽ വല്ല പ്രാങ്ക് വീഡിയോ, അല്ലെങ്കിൽ ഇതേപോലെ വല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ, ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെയുള്ള. ഇപ്പം അവർക്ക് ഒരു കുഞ്ഞുണ്ട്, നീനു കുട്ടി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം കുഞ്ഞിൻ്റെ ഫുഡ് റൊട്ടീൻ, ഡേ ഇൻ മൈ ലൈഫ്, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് അവർ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇവർ പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് അറിയത്തില്ല. ബന്ധുക്കളാണോ അതോ വല്ല കണ്ണാണോ, അതായത് ഡെവിളായി എന്നൊക്കെ പറയുമല്ലോ. അപ്പം വല്ല കണ്ണീർ കിട്ടിയതാണോ, ഇതൊക്കെ കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള സംസാരിച്ചുകൊണ്ടാണ് ഈ അശ്വതി വന്ന് കാറി കൂവി ഇരുന്ന് സംസാരിക്കുന്നത്. വളരെ സാഡായിട്ട് അല്ലെങ്കിൽ വളരെ വിഷമം ഉള്ളിൽ തട്ടിയ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ചേട്ടൻ്റെ വീട്ടിൽ സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കഴിയുകയാണ്, അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ സ്വസ്ഥത കിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വളരെ ഇമോഷണലായി സംസാരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് യൂട്യൂബിലുള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ ഇതേപോലെ വ്ളോഗുകൾ ചെയ്യുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ ജീവിതം എല്ലാവരും വിചാരിക്കുന്നത് അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പ്രവീണിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവരൊക്കെ സെപ്പറേറ്റഡ് ആയി. ഇപ്പം മല്ലു ഫാമിലിയുടെ കാര്യം ഇപ്പോൾ 1-2 പ്രാവശ്യമായിട്ട് അവർ സെപ്പറേറ്റഡ് ആവുന്നു, ഒന്നിക്കുന്നു. അങ്ങനെയൊക്കെ ഇവർ വലിയ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ വലിയ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ടിരിക്കുന്ന വേറെ ജീവിതത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ ആണ് നമ്മളെല്ലാവരും അറിയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴത്തെ ഫാമിലി വ്ളോഗേഴ്സിനെ പലരും വിശ്വസിക്കുന്നില്ല. അവരുടെ ആ ഒരു സ്നേഹം കാണുമ്പോഴേ, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഇവർ വെളിയിലോട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണ് സ്നേഹം കാണിക്കുന്നത്, അവരുടെ ഉള്ളിൽ അങ്ങനെ അല്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോൾ എല്ലാവർക്കും. അതിന് കാരണവും ഇതുപോലെയുള്ള വലിയ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന തകർച്ചയാണ്. അങ്ങനെ ഓരോ യൂട്യൂബേഴ്സിൻ്റെയും ജീവിതം ഇങ്ങനെ തകർന്നാണ് ലാസ്റ്റ് ഈ ഡാനീസ് ഡേയ്സിൻ്റെ അവരുടെ ഫാമിലിയും ഇപ്പോൾ തകരുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഡാനീസ് ഡേയ്സ് എന്ന് പറയുന്ന ചാനലിൽ തന്നെയാണ് ഇവർ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് ഇവരുടെ കൈവശമാണല്ലോ ആ ചാനലിരിക്കുന്നത്. അപ്പം ഈ സ്ത്രീക്ക് അതിൻ്റെ ഏണിങ്സും കാര്യങ്ങളെല്ലാം കിട്ടും. ഇത്രയും പ്രശ്നക്കാരനായ ഒരു ഭർത്താവിനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കാനായിട്ട്, മക്കളെ നോക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേ
ഇത് ഇങ്ങനെ ഇവർ ചെയ്യുമ്പോഴും നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം കാണാതെ പോകരുത്. Guys, ഇത് കേട്ട് നിങ്ങൾ വിശ്വസിച്ചോ? ഇത് നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ആഗ്രഹം. കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ചേട്ടൻ എനിക്ക് ഒരു പ്രാങ്ക് കൊടുക്കണം, ഒന്ന് ഞെട്ടിപ്പിക്കണം എന്നൊക്കെ. കാരണം ഏട്ടന് കൊടുക്കുന്ന പ്രാങ്കുകളൊന്നും ഏട്ടൻ ഏൽക്കാറേ ഇല്ല. അപ്പം ഇത് ഞാൻ എന്തായാലും ഏട്ടൻ അയച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ പറയാൻ പോവാണ് ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. എന്തായാലും ഏട്ടൻ ഞെട്ടും, അതെനിക്ക് ഉറപ്പാണ്. ഇതിലവർ വ്യക്തമായിട്ടും ചിരിച്ചും കളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇത് ഞാൻ ചേട്ടന് കൊടുക്കുന്ന ചെറിയൊരു പ്രാങ്ക് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ പ്രാങ്ക് വീഡിയോ സത്യമാവട്ടെ, നിങ്ങൾ എത്രയും വേഗം പിരിയട്ടെ. ഒരുപാട് പ്രാക്കുകളും നേർച്ചകളുമാണ് ഈ കമൻറ്റ് സെക്ഷനിൽ ഫുള്ളും കാണാനായിട്ട് പറ്റുന്നത്. അവർ ഈ രീതിയിൽ കമൻറ്റ് ചെയ്തതിൽ തെറ്റ് പറയാൻ പറ്റുമോ? ആദ്യം വന്നിരുന്നുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഇതേപോലത്തെ പ്രശ്നങ്ങളാണെന്ന് പറയുന്നു. ഇത്രയും നാളും ഒരു വാക്ക് തർക്കം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച പോലും ഇല്ലാതെ യൂട്യൂബ് ചാനലൊക്കെ നടത്തിക്കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു ടെൻഷനും, അല്ലെങ്കിൽ ഇവരുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരുടെ മനസ്സിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ വന്നിരുന്നിട്ട് ആദ്യം കരഞ്ഞ് കാറ് കൂവിക്കൊണ്ട് പറയുന്ന രീതിയിൽ പറയുന്നു, പിന്നെ ഇവരുടെ അവസ്ഥകൾ കാര്യങ്ങൾ പറയുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്നതാണോ ജീവിതം, ആ രീതിയിലുള്ള കാര്യങ്ങൾ ഒരു കൺവീൻസ് ആയിട്ട് മറ്റുള്ളവരെ ഇതെല്ലാം സത്യമാണ് എന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ ഇവർ സ്വന്തം ഭർത്താവിനെ മോശക്കാരനായിട്ട് കാണിക്കുന്നു. പിന്നീട് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം വരുമ്പോൾ ഏകദേശം 7 മിനിറ്റ് 8 മിനിറ്റ് അടുത്ത് വരുന്ന ഒരു വീഡിയോ ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം വന്നിട്ട് പറയുന്നു, നിങ്ങളിതെല്ലാം വിശ്വസിച്ചോ? ഇതെൻ്റെ ഏട്ടന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഞാൻ ഏട്ടൻ അയച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാന്ന് പറയും. അപ്പം ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് എൻ്റെ ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് വന്ന് കിടന്നുറങ്ങുന്നു, എന്നോട് മിണ്ടാനൊന്നും സമയം കാണിക്കാത്തത് കൊണ്ട് 1-2 പ്രാവശ്യമായിട്ട് ഞാനിത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഏട്ടൻ അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഏട്ടന് പ്രാങ്ക് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഒറ്റ കമൻസ് പോലും സത്യം പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ടായിട്ടൊരു കമൻറ്റ് ഞാൻ അതിൽ കണ്ടില്ല. ഇതൊക്കെ വെച്ച് നമ്മളടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രാങ്ക് എന്ന് പറയുന്ന രീതിയിൽ ഇവർ കാണിക്കുന്ന തോന്നിവാസത്തെയാണ് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഞാനും ഈ വീഡിയോയുടെ ആദ്യം കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണല്ലോ, ഈ 2 കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പം ആ കുഞ്ഞുങ്ങളെ ഈ തീർത്തും ചെറിയ കുഞ്ഞുങ്ങളാണ്, അവരെ വളർത്തിക്കൊണ്ട് ഈ സ്ത്രീ അതിനെ ഒറ്റയ്ക്ക് നോക്കാനായിട്ട് എന്തോരം പാടുപെടണം. ഇയാൾ എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത്? ഇയാൾക്ക് ആ കുട്ടികളെയൊക്കെ നോക്കത്തില്ലേ, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ നോക്കത്തില്ലേ? ഇയാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, ഈ കുട്ടീനെ നല്ല കെയറിങ്ങും കാര്യങ്ങളായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിച്ചായിരുന്നു. ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ് എന്ന് ഇവർ പറഞ്ഞ സമയത്താണ് എനിക്ക് ഇത്രയും ദേഷ്യം തോന്നിയത്. കാരണം ഒരുപാട് പേര് നിങ്ങളെ ഇനി ഫോളോ ചെയ്യാനായിട്ട് അർഹതയില്ല, നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇവരുടെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുവാണ്. പെട്ടെന്ന് വ്യൂസ് കിട്ടാൻ വേണ്ടിയും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയും സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്നത് ഒരിക്കലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോ കണ്ട നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അഭിപ്രായം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായ ഒന്നാണ്. ഇപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെയോ ഭാര്യയുടെയോ ഭാഗത്തു നിന്ന് പിരിയത്തക്ക രീതിയിൽ എന്തെങ്കിലും വലിയൊരു കാര്യം ഉണ്ടായെങ്കിൽ മാത്രമേ ആ കുടുംബം പിരിയാവുള്ളൂ. അല്ലെങ്കിൽ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 2 കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് പിരിയുക എന്നൊക്കെ പറയുന്നത് തമാശയ്ക്ക് പോലും പറയാൻ കൊള്ളുന്ന കാര്യമല്ല. അപ്പം ഇവർ വന്നിട്ട് ഇങ്ങനെ പറയുമ്പം മാക്സിമം എല്ലാ വ്യൂവേഴ്സിനും മനസ്സിലാകും ഇതൊരു റീച്ചിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ 1 മില്യൺ അടിക്കാനുള്ള ഒരു പ്ലാനാണ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഈ പ്ലാൻ കൊണ്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ 7 മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പേര് കണ്ടു കഴിയുമ്പോൾ കുറച്ച് ഏണിങ്സ് കിട്ടുമായിരിക്കും. പിന്നീട് ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞ് വീഡിയോ വരും, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വീഡിയോ വരും. ഇതൊക്കെ കൊണ്ട് അടുത്തടുത്ത കണ്ടന്റുകൾ ഉണ്ടാക്കാം. വളരെ കോമഡിയായ രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ചിരി വരത്തക്ക രീതിയിൽ പ്രാങ്ക് വീഡിയോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ചില ഫാമിലി വ്ളോഗേഴ്സ് മാത്രമാണ് ഈ തരത്തിൽ സ്വന്തം ജീവിതം വെച്ച് കളിക്കുന്നത്. ഒരു സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി കൂടെയാണ് ഞാൻ ഇവരെ എപ്പോഴും ഇവരെയാണെങ്കിലും ഡോറ ബുജി ഫാമിലി എന്ന് പറയുന്നവരെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അപവാദങ്ങൾ പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. റാണി പി സദാശിവൻ എന്ന് പറയുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഇങ്ങനെ ഓരോ കമൻറ്റുകളൊക്കെ ഇട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ട സമയത്ത് ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ ചേച്ചിക്കെതിരെ സംസാരിച്ച ഒരാളാണ് ഞാൻ.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ആ ചേച്ചിയൊക്കെ ഇതേപോലെ കമൻ്റൊക്കെ ഇടുന്നത്. പിന്നെ അങ്ങനെ അവരെ കുറ്റം പറയാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തതിൽ ഖേദിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീർത്തും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എനിക്കെന്നല്ല അവരുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം അത്രയും പവിത്രമായ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തമ്മിൽ ചേരത്തില്ലെങ്കിൽ നിങ്ങൾ പിരിയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോവുക. അല്ലാതെ ഇത് വന്ന് ഈ ചരിത്രം എന്തിനു വന്ന് യൂട്യൂബിൽ പറയുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഏണിങ്സ് തന്നെയാണ് മുഖ്യം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് കൊടുക്കാനും ലൈക്ക് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.